ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രൈസിവ. നമുക്കിന്ന് ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ആകർഷിച്ചും വികർഷിച്ചും. ഇത് ഫിസിക്സിലുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫിസിക്സിലെ ഏത് ചാപ്റ്ററായിരുന്നു പഠിച്ചത്? ചലനമെന്നും പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. അത് എന്തൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ചലനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചലനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ നിശ്ചലമായ ഒരു വസ്തുവിനെ ബലം കൊടുക്കുമ്പോൾ അത് ചലിക്കുന്ന വസ്തുവിൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചലമാവും. അതൊക്കെ നമ്മൾ അതിന് മുമ്പത്തെ ചാപ്റ്ററിൽ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചലനമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നമ്മൾ 2-3 ടൈപ്പ് ചലനമാണ് പഠിച്ചത്. ഒന്ന് നേർരേഖാ ചലനം പഠിച്ചു, അതായത് മാങ്ങ ഞെട്ടത്തി വീഴുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ പഠിച്ചത് വർത്തുള ചലനമാണ്. വർത്തുള ചലനം എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു? ഒരു വൃത്തപാതയിലൂടെയുള്ള ചലനത്തിനെയാണ് നമ്മൾ വർത്തുള ചലനം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഒരു അക്ഷത്തെ ആസ്പദമാക്കി കറങ്ങുന്നതാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ട്. പമ്പരത്തിൻ്റെ ചലനമൊക്കെ ഭ്രമണമാണ്. പിന്നെ പഠിച്ചത് ദോലനം. ദോലനം എന്തുവായിരുന്നു? അതും ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി മുമ്പോട്ടും മുന്നോട്ടുമുള്ള ചലനത്തെയാണ് ദോലനം എന്ന് പറയുന്നത്. ഉദാഹരണം ഊഞ്ഞാലാടുന്നത്, ക്ലോക്കിൻ്റെ പെൻഡുലം, അതൊക്കെ ദോലനമായിരുന്നു. പിന്നെ കമ്പനം പഠിച്ചു. കമ്പനം എന്ന് പറഞ്ഞത് സ്പീഡിലുള്ള ദോലനം അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്പനം എന്ന് പറയുന്നത്. ഈ വീണയുടെ കമ്പി, വയലിൻ്റെ കമ്പി, അതേപോലെ ഈ റബ്ബർ ബാൻഡ് വലിച്ച് വിടുമ്പോൾ ഉള്ള അതിൻ്റെ മൂവ്മെൻറ്റ്, അതൊക്കെ എന്തിൽ വരുന്നതാണ്? കമ്പനത്തിൽ വരുന്നതാണെന്ന് പഠിച്ചു. ആകെ അത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ പൽചക്രങ്ങളെന്ന് പറഞ്ഞ് കുറച്ച് അതായത് ഗിയറുകളെ പറ്റിയും ജസ്റ്റ് ഒന്ന് പഠിച്ചു. ഈ ചാപ്റ്ററിൽ ആകർഷിച്ചും വികർഷിച്ചും കേൾക്കുമ്പോൾ തന്നെ അറിയാം, പിക്ചറും അങ്ങനെ തന്നെ കാന്തത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വലിയ കഥയൊന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. നമുക്ക് ചാപ്റ്ററിലോട്ട് പോയി നോക്കാം. ആകർഷിച്ചും വികർഷിച്ചും. ഇവിടെ 2 പിള്ളേർ ഈ കാറ്റടിച്ച് ജനലിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നത്, മീൻസ് അങ്ങനെ കാറ്റടിച്ച് അടയാതിരിക്കാൻ വേണ്ടി അവരെന്തോ പരിപാടി ഒപ്പിച്ചു. അപ്പോൾ അതെന്തുവാണെന്ന് പറഞ്ഞാണ് ഇൻട്രൊഡക്ഷൻ ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. അതായത് പിള്ളേർ കാന്തം വെച്ച് എന്തോ ഫിറ്റ് ചെയ്ത് കാരണമാണ് കാറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ ഫിറ്റ് ചെയ്ത് അതുകൊണ്ട് കാറ്റടിക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ വാതിൽ അടയത്തില്ല. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇരുമ്പ് സാധനം ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു കാന്തമാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ തള്ളിയില്ല, തുറക്കത്തില്ല. അവർ തമ്മിൽ ആകർഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കാന്തം ആകർഷിക്കുന്നു? എന്താണ് കാന്തത്തിൻ്റെ പ്രത്യേകത? നമുക്ക് കാന്തം ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം. കാന്തത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാന്തം ചില സാധനങ്ങളെയൊക്കെ ആകർഷിക്കും, ചിലതിനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, ആകർഷിക്കത്തില്ല. ഇപ്പം മൊട്ടുസൂചി, ബ്ലൈഡ്, സേഫ്റ്റി പിന്ന്, ഇരുമ്പാണി, ഇതൊക്കെ നമ്മൾ കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ എന്ത് ചെയ്യും? കാന്തം അതിനെ വലിച്ചെടുക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഫോണിൻ്റെ അടുത്തൊക്കെ ഇതുപോലുള്ള ഈ മൊട്ടുസൂചിയൊക്കെ കൊണ്ട് വെച്ചാൽ ഫോണിൽ പറ്റിയിരിക്കും. ഇത് എന്ന് വെച്ചാൽ ഫോണിനകത്തും അപ്പോൾ ആര് കാണണം? ഈ കാന്തം കാണാം. ഫോണിൽ ഉണ്ടോ? നമുക്ക് ചെക്ക് ചെയ്യാൻ താഴോട്ട്. ഇനി ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി പേപ്പർ, അതുപോലെ നൂല്, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവച്ചാൽ, റബ്ബർ, ചില്ല്, അതൊക്കെ, അതേപോലെ സ്പൂണ്, ഇതൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആകർഷിക്കുമോ കാന്തം? ഇല്ല. അപ്പോൾ കാന്തം ആകർഷിക്കുന്നതും ആകർഷിക്കാത്തതുമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ എന്തെന്ന് പറയും നമ്മൾ? കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയും. ഇനി ആകർഷിക്കാത്തവയാണെങ്കിൽ എന്തു പറയും? കാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയും. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ എന്താണ്? കാന്തിക വസ്തുക്കളാണ്. എന്തൊക്കെയാണ്? നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ എന്താണ്? കാന്തിക വസ്തുക്കളാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇനി കാന്തം കണ്ടെത്തിയ കഥയെന്ന് പറഞ്ഞൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് വടിയും കുത്തിപ്പിടിച്ച് ആടുകളെ മേച്ച് നടക്കുകയായിരുന്നു. ഒരു പാറ ചവിട്ടിക്കയറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ. പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു വന്നു. ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. നമ്മൾ പിന്നെ വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ എന്താണ് ഈ മാഗ്നറ്റൈറ്റ്, അത് കാന്തവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇരുമ്പിൻ്റെ നിർമ്മാണമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയും. പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. ഇത്തരം കാന്തങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? കൃത്രിമ കാന്തങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതായത് പ്രകൃതിയിലുള്ള കണ്ടെത്തുന്ന കാന്തത്തിന് ആദ്യം കണ്ടെത്തിയതിൻ്റെ പേരെന്തായിരുന്നു? ലോഡ് സ്റ്റോൺ എന്നായിരുന്നു. പിന്നെ അവരെന്തെന്ന് വിളിച്ചതിനെ? മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു. ഇതൊക്കെ പ്രകൃതിയിലുള്ള കാന്തങ്ങളായിരുന്നു.
പിന്നെ എന്ത് ചെയ്തു, ഒരു ഇരുമ്പ് ഉരുക്കുമൊക്കെ യൂസ് ചെയ്ത് എന്തുണ്ടാക്കാൻ തുടങ്ങി, കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ കൃത്രിമ കാന്തത്തിന് ഉദാഹരണം ഉണ്ടാക്കുന്ന കാര്യം നമുക്കറിയാവുന്ന തന്നെയാണ്. നമുക്കറിയാവുന്നൊരു കൃത്രിമ കാന്തമാണ് അൽ നിക്കോ എന്ന് പറയുന്നത്. അൽ നിക്കോ എന്ന് പറയുന്നത് ഒരു ലോഹസങ്കരമാണ്. അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇരുമ്പുണ്ട്, അതുപോലെ തന്നെ പേര് കണക്കാണ്. ഇരുമ്പുണ്ട്, നിക്കലുണ്ട്, അലുമിനിയം ഉണ്ട്, പിന്നെ കൊബാൾട്ടും ഉണ്ട്. ഇരുമ്പ് ഏകദേശം ഒരു 63% അൽനിക്കോയ്ക്കകത്ത് ഇരുമ്പാണ്. നിക്കലെന്ന് പറയുന്നത് ഒരു 20% ഉണ്ട്. അലുമിനിയം ആണെങ്കിൽ അത് 12% ഉണ്ട്. കൊബാൾട്ട് 5% ഉണ്ട്. ഞാൻ എഴുതിയ സ്ഥലം ശരിയായില്ലല്ലേ, അന്നേരം ഇപ്പത്തോടെ എഴുതാം. ഇരുമ്പുണ്ട്, Fe, അതൊരു 63% ഉണ്ട്. പിന്നെ നിക്കലുണ്ട്, നിക്കൽ 20% ഉണ്ട്. അലുമിനിയം എന്ന് പറയുന്നത് 12% ഉണ്ട്. കൊബാൾട്ട് CO ആണെന്നാണ് തോന്നുന്നത്, Cu കോപ്പർ, കൊബാൾട്ട് Cu എന്ന് പറയുന്നത് 5% ഉണ്ട്. അൽനിക്കോയുടെ കാര്യമാണ് പറയുന്നത്. അൽനിക്കോ എന്ന് പറയുന്നൊരു ലോഹ സങ്കരമാണ്. അതുപോലെ തന്നെ പല ലോഹസങ്കരങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തുരുമ്പിക്കത്തില്ല, മീൻസ് നാശനം കുറവായിരിക്കും അൽനിക്കോയ്ക്ക്. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ കൃത്രിമ കാന്തങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത് നമുക്ക് നോക്കാം വ്യത്യസ്ത ഇനം കാന്തങ്ങൾ. ഒരു തരത്തിലുള്ളതല്ല, പലതരത്തിലുള്ള കാന്തങ്ങളുണ്ട്. അതിലുള്ളതാണ് ഏതൊക്കെ? ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിങ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ടറിക്കൽ കാന്തം. ഇതിൽ ഈ ഡിസ്ക് കാന്തം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ വാച്ചിലൊക്കെ ഉള്ളത് എനിക്കൊന്ന് ഡിസ്ക് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇരുമ്പിൻ്റെ കൂടെ അലൂമിനിയം ഇവിടെ ഉണ്ട് കേട്ടോ. നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. നിയോഡിമിയം അഥവാ സമേറിയം എന്ന് പറയുന്നത് റെയർ എർത്ത് ആണ്. അതായത് നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. റെയർ എർത്ത് എന്ന് പറയുമ്പം അപൂർവ ലോഹങ്ങളെന്ന് പറഞ്ഞൊരു സെക്ഷൻസിൽ കുറച്ച് മൂലകങ്ങളെ പഠിക്കും. അതിലുള്ളതാണ് ഈ നിയോഡിയവും സമേറിയവും. ഇവ ഉപയോഗിച്ച് എന്തുണ്ടാക്കാറുണ്ട്? കാന്തങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ 2 ടൈപ്പ് കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കുന്ന 2 ഗ്രൂപ്പാണ് പഠിച്ചത്. ഒന്ന് അൽനിക്കോ പറഞ്ഞു, അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഇരുമ്പുണ്ട്, അലുമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ടുണ്ട്. ഓക്കെ, ഇനി കാന്തങ്ങളുടെ ഉപയോഗങ്ങളിലേക്ക് കടക്കാം. അതാണ് ഇവിടെ എന്ത് കൊടുത്തേക്കുന്നത്? ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തുള്ള കാന്തമുണ്ട്. ഇതിപ്പോൾ എന്ത് കാന്തമാണ് ഈ കൊടുത്തേക്കുന്നത്? തൊട്ട് മുമ്പ് നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ കിടക്കുന്നത്? റിങ് കാന്തമാണത്. അപ്പോൾ നോക്കാം. TV, റേഡിയോ, മൈക്ക് സെറ്റ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്പീക്കറുകളാണ്. നമുക്കറിയാമല്ലോ അതൊക്കെ. ഈ സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും കാന്തമുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം എന്തുണ്ട്? കാന്തമുണ്ട്. അപ്പോൾ സ്പീക്കറിൽ എന്ത് കാന്തമാണ്? റിങ് കാന്തമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതെന്ത് കാന്തമാണ്? ഡിസ്ക് കാന്തം എങ്ങാണ്ടാണ് നമ്മുടെ ഫോണിൽ വരുന്നത്. പിന്നെ ഇനി പറയുന്നത് ഓരോ ഉപകരണത്തിൻ്റെ ഉപയോഗം അനുസരിച്ചായിരിക്കും അവിടെ വേണ്ട കാന്തത്തിൻ്റെ ശേഷി അനുസരിച്ചായിരിക്കും കാന്തം തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഒരു സാധനം കൊടുത്തേക്കുന്നുണ്ട്. ഇതെന്ത് വരുന്നത്? ഈ കൊടുത്തേക്കുന്നത് ഇവിടെ ഇതിന് മുമ്പ് വേറെ എന്താ പറയുന്നത്? സൗണ്ട് ബോക്സിലെ സ്പീക്കർ വലുതും ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്ന സ്പീക്കർ ചെറുതുമായതിൻ്റെയും കാരണം എന്തായിരിക്കും? അതിന് അത്ര വലിയ ആവശ്യം. ഹെഡ്ഫോണിൽ നമുക്ക് മൈക്ക് കേൾക്കുന്ന നമുക്ക് വലുത് കേൾക്കണ്ടല്ലോ, കുഞ്ഞ് സൗണ്ട് കേട്ടാൽ പോരെ. അതുപോലെ 2 സ്പീക്കറിലും ഒരേ ഉച്ചത്തിലുള്ള ശബ്ദം ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. ഹെഡ്ഫോണിൽ ചെറിയ കാന്തം മതി, ചെറിയ സൗണ്ട് ആയതുകൊണ്ട് ചെറിയ കാന്തം മതി. അവിടെ ലൗഡ് സ്പീക്കറിൽ വലിയ കാന്തം വേണം. കാര്യമെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്താൽ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഇനി കാന്തങ്ങൾക്ക് വ്യത്യസ്ത ആകൃതി എന്തിനാണ് നോക്കാം. സ്പീക്കറുകളിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതി എന്തായിരുന്നു? അത് റിങ് കാന്തമായിരുന്നു. ഒരു മിനി മോട്ടോറിലെ കാന്തത്തിൻ്റെ ചിത്രം കണ്ടോ? ഇതൊരു മിനി മോട്ടോറാണ്. അതിനകത്ത് കൊടുത്തേക്കുന്ന കാരണം എന്തെന്നാണ്? കാന്തം എന്തെന്നാൽ ആർക്ക് കാന്തമാണ്. അതവിടെ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. ഉപകരണത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അതിലുപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ചാപ അല്ലെങ്കിൽ ആർക്ക് രൂപത്തിലുള്ള കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് യോജിക്കുന്നത്. ആരുടെ കാര്യത്തിലാണ്? മോട്ടോറിൻ്റെ കാര്യത്തിലാണ്. അപ്പം ഓരോ ഉപകരണങ്ങളിലും അവർക്ക് വേണ്ട രീതിക്കുള്ള
ഇതായിരിക്കും അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രീതിക്കുള്ള കാന്തമായിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് വലിയ കേസുള്ളതല്ല, ഇരുമ്പ് പൊടി ശേഖരിക്കാനുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരുമ്പ് പൊടിയൊന്നും ശേഖരിക്കണ്ട. ഇനി ഒരു കാന്തത്തിനെ നമ്മളൊരു ചാർട്ട് പേപ്പറിൽ കുറച്ച് ഇരുമ്പ് പൊടി വിതറിയിട്ട് അതിൻ്റെ പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലാ ഭാഗത്തും ഒരുപോലെ ഈ ഇരുമ്പ് പൊടി പിടിക്കുമോ? ഇല്ല. അതിൻ്റെ ഈ എൻഡുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഇരുമ്പ് പൊടി പിടിക്കുന്നത്. അതായത് ഇതൊരു യു ഷേപ്ഡ് കാന്തമാണ്, യു കാന്തം. അതിൻ്റെ എവിടെയാണ്? ഈ എൻഡുകളിലായിരിക്കും കൂടുതൽ പിടിക്കുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? കാന്തിക ധ്രുവങ്ങൾ അഥവാ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് തരത്തിലുള്ള മാഗ്നറ്റിക് പോൾസാണ് ഇതിനുള്ളതെന്നാണ്. എല്ലാ കാന്തങ്ങൾക്കും ധ്രുവങ്ങൾ ഉണ്ടോ? റിങ് അതേപോലെ എല്ലാ കാന്തത്തിനും ധ്രുവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിങ് ഉള്ള കാന്തം ഇല്ലേ, ഇങ്ങനെ റിങ് വരുന്ന സാധനം, അതാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗവും ആയിരിക്കും വരുന്നത്. ഇതുപോലെ കൂടുതൽ ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ആയിരിക്കും. അതായത് പിക്ചർ ഇതിനകത്ത് ഇവിടെ ഈ സെക്ഷനിൽ ഇവിടെയും ഇതിൻ്റെ പുറത്തുമായിരിക്കും പിടിച്ചിരിക്കുന്നത്. ഇതിനാണെങ്കിൽ മുകളിലും താഴെ ആയിരിക്കും പിടിക്കുന്നത്. ഇതിനാണെങ്കിൽ ഇവിടെ ഇത് രണ്ടുമായിരിക്കും അതിൻ്റെ കേസ്. സിലിണ്ടറിക്കൽ കാന്തത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഈ എൻഡുകളായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ മാഗ്നറ്റിക് പോൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. കാന്തത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. ഇനി എത്ര കാന്തിക ധ്രുവം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊരു കാന്തത്തെ തിരിച്ചറിയുക എന്നുള്ളതിനും ഈ പരിപാടി പറയാൻ പോകുന്നതാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒരു കാന്തത്തിനെ പിടിച്ച് എന്ത് ചെയ്യുക? കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും എങ്ങനെ നിൽക്കൂ? നോർത്ത് സൗത്ത് ആയിട്ടേ നിൽക്കത്തുള്ളൂ. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിന് ഈ ഒരഗ്രത്തെ നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? എസ് അഗ്രം അഥവാ സൗത്ത് പോള്. സൗത്തും നോർത്തും ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു അഗ്രത്തെ നമുക്ക് സൗത്ത് എന്നും ഒരു അഗ്രത്തെ എന്തെന്നും മാർക്ക് ചെയ്യാം? നോർത്ത് എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ സ്വതന്ത്രമായി കെട്ടിട്ട് തൂക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മൾ ചുമ്മാ കറക്കിയിട്ട് വിട്ടാലും എന്ത് ചെയ്യും? കറങ്ങി ലാസ്റ്റ് എങ്ങനെ വന്ന് നിൽക്കത്തുള്ളൂ? നോർത്ത് സൗത്ത് ആയിട്ടേ നിൽക്കത്തുള്ളൂ. അതായത് തെക്ക് വടക്ക് ദിശയിലേ ഇത് നിൽക്കത്തുള്ളൂ. കാന്തത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു ഇരുമ്പ് തണ്ടും കാന്തവും കൂടെ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് തണ്ട് ചിലപ്പോൾ അതിന് തോന്നണക്കായിരിക്കും നിൽക്കുന്നത്. ഇതെപ്പോഴും എങ്ങനെ നിൽക്കത്തുള്ളൂ? നോർത്ത് സൗത്ത് ആയിട്ടേ നിൽക്കത്തുള്ളൂ? കാന്തം നിൽക്കത്തുള്ളൂ. ഇനി കാന്തങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കപ്പൽ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ദിശ അറിയാൻ വല്ല വഴിയുണ്ടോ? കപ്പലിൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ എങ്ങനെയാണ് ദിശ അറിയുന്നത്? ഒന്നുകിൽ ഏതെങ്കിലും നമ്മൾ ഓൾറെഡി പോയ വഴിയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളെ പോയ മാർക്കിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും ബോർഡിൻ്റെയോ ഒക്കെ ഇത് വെച്ചിട്ട് പോവാം. അപ്പം നമ്മളിനി കാട്ടിനകത്തോ അതേപോലെ കപ്പൽ യാത്രയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വല്ല ബോർഡോ സിഗ്നലോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ദിശ അറിയാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാം? ഈ വടക്ക് നോക്കി യന്ത്രത്തെ യൂസ് ചെയ്യാം. ഇതിനകത്തൊരു കാന്തമുണ്ട്. ഈ സാധനം എപ്പോഴും എങ്ങോട്ടേ നിൽക്കത്തുള്ളൂ? നോർത്ത് സൗത്ത് ആയിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ സൂചിയാണ്ട് ഈ കാണിക്കുന്നതാണ്. ഇത് നോർത്തും ഇത് സൗത്തുമാണ് നിൽക്കുന്നത് കാന്തസൂചി. അപ്പോൾ ഈ നോർത്തിൻ്റെ ഈ സൂചിയുടെ വലതുവശത്ത് ഏത് ദിക്കായിരിക്കും? അത് കിഴക്കായിരിക്കും അല്ലേ? അതിൻ്റെ ഇടതുവശത്ത് ആരായിരിക്കും? അത് പടിഞ്ഞാറായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സ്ഥലത്ത് കിഴക്കാണ്, അപ്പുറ സ്ഥലത്ത് എന്താണ് പടിഞ്ഞാറാണെന്ന്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും സൗത്താണെന്ന് അറിയാമല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ധ്രുവങ്ങൾ അടുക്കുമ്പോൾ രണ്ട് കാന്തം അടുത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ശരിയാവും. കാന്തങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കാന്തത്തിൻ്റെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നാണ് പറയുന്നത്. ഒരേ ധ്രുവങ്ങൾ. അപ്പോൾ എന്നും ആണെങ്കിൽ അത് സജാതീയ ധ്രുവങ്ങളാണ്. ഇനി വ്യത്യസ്ത തരം ധ്രുവങ്ങളെ നമ്മൾ വിജാതീയ ധ്രുവങ്ങളെന്നും പറയും. അപ്പോൾ എന്നും എസ്സും ആണെങ്കിൽ എന്താണ്? അത് വിജാതീയ ധ്രുവങ്ങളാണ്. ഈ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? വികർഷിക്കും. വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? ആകർഷിക്കും. അതായത് ഒരേപോലെ ഉള്ളത് രണ്ടിൻ്റെയും സൗത്ത് ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. രണ്ടിൻ്റെയും സൗത്തുമാണ് നമ്മൾ ഇങ്ങോട്ട് അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കുന്നെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ അങ്ങോട്ട് വികർഷിക്കത്തേ ഉള്ളൂ, അവർ അടുത്തടുത്ത് വരത്തില്ല. അതേപോലെയാണ് ഇവിടെയും നോർത്തുമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെന്ത് പറ്റും? അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തേ ഉള്ളൂ. ഇവരെന്ത് ചെയ്യും? അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും
ആകർഷിക്കും. കാര്യം വിജാതീയ ധ്രുവങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കിയാണ് ഇത് രണ്ടും എന്താണ്, നോർത്ത് നോർത്ത് സൗത്ത് സൗത്ത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തായിരിക്കും, ഇത് തെറ്റായ പിക്ചറല്ലേ, ഇവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ ജോയിൻ്റായി നിൽക്കത്തില്ല. ഇനി ഇതാണെങ്കിൽ സൗത്ത് നോർത്ത്, ഇത് സൗത്ത് നോർത്ത്, ഇവർ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ധ്രുവങ്ങളാണ്, ഇവർ തമ്മിൽ ഒട്ടുപിടിക്കും. അപ്പോൾ ഈ പിക്ചർ ശരിയാണ്. ഇനി ഇതാണെങ്കിൽ ഇവർ തമ്മിലും എന്ത് ചെയ്യും, ഇത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള വിജാതീയ ധ്രുവങ്ങളാണ്. അപ്പോൾ ഇവർ തമ്മിലും എന്ത് ചെയ്യും, ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആകർഷിച്ച് നിൽക്കുക. അപ്പോൾ ഈ പിക്ചറും ശരിയാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കാന്തം നിർമ്മിക്കാമെന്ന്. കാന്തം നിർമ്മിക്കാനായിട്ട് എന്തോ ചെയ്തേക്കുന്നത്, നമ്മളൊരു സൂചി എടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, ഒരു കാന്തം എടുത്തിട്ട് ഉരസിയിട്ട് നമ്മൾ അതിനെ ആ സൂചിയെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും, ഈ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും, അതായത് അതും എങ്ങനെ നിൽക്കും, ഒരു കാന്തത്തിനെ പോലെ നോർത്ത് സൗത്ത് കാണിച്ചുകൊണ്ട് നിൽക്കും. അതും എന്ത് കാണിക്കും, കാന്തിക സ്വഭാവം കാണിക്കും എന്നാണ് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഭൂമിക്ക് എന്തുണ്ട്, ഒരു നോർത്തും ഒരു സൗത്തും ഉണ്ട്. ഭൂമി ഒരു കാന്തമാണ്. ഭൂമി ഒരു കാന്തത്തെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഭൂമിയുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാന്തത്തെ പോലെ, അതായത് കാന്തിക മണ്ഡലം ഭൂമിക്കും ഉണ്ട്. അപ്പോൾ ആ മണ്ഡലം പറയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഭൂമിയുടെ ജോഗ്രഫിക്കൽ നോർത്ത്, അതായത് ഭൂമിയുടെ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവമായിരിക്കും. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം അഥവാ അതിൻ്റെ ജോഗ്രഫിക്കൽ സൗത്ത് എന്ന് പറയുന്നത് കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും ആയിരിക്കും. അതാണ് ഡിഫറൻസ്. നമ്മളെ ഭൂമിയെ ഒരു കാന്തമായിട്ട്, അതായത് ഭൂമിക്ക് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഭൂമിയുടെ നോർത്ത് സൗത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഭൂമിയുടെ നോർത്ത് എന്ന് പറയുന്നത് അത് കാന്തത്തിൻ്റെ സൗത്ത് ആയിരിക്കും, ഭൂമിയുടെ സൗത്ത് എന്ന് പറയുന്നത് കാന്തത്തിൻ്റെ നോർത്ത് ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആകർഷണ പരിധി. നമുക്കൊരു കുഞ്ഞു ബാർ മാഗ്നറ്റ് കൊണ്ട് ആകർഷിക്കാൻ പറ്റുന്നതിനൊരു പരിധി ഇല്ലേ, ആ പരിധിയാണ് എന്തെന്ന് പറയുന്നത്, കാന്തിക മണ്ഡലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത് ഭാഗങ്ങളിൽ കാന്തശക്തി കൂടുതലും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, ഒരു കാന്തമുണ്ട്, അതിന് നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. അതിൻ്റെ ഇവിടെ ഭാഗത്ത് എന്തായിരിക്കും, ഒരുപാട് കൂടുതൽ സാധനങ്ങളെ ഇതെന്ത് ചെയ്യും, ഇത് ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവവും ആകർഷിക്കും. കൂടുതലും അകന്നു പോകുന്നവരും കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തശക്തി കൂടുതലും അകന്നു പോകും തോറും കാന്തശക്തി കുറയുകയും ആയിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ നമ്മൾ എന്തെന്ന് പറയും, കാന്തിക മണ്ഡലം എന്ന് പറയും, അഥവാ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് കാന്തത്തിൻ്റെ അടുത്തത് ഇത്രയും അടുത്ത് ഞാനൊരു സാധനം കൊണ്ടുവന്നാൽ അതിനെ ആകർഷിക്കുന്നതും, അതുപോലെ ഈ കുറേ കൂടെ ദൂരത ഇവിടെയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആകർഷിക്കുന്ന ഓരോ കാന്തത്തിനും ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യത്തില്ല, അത് ആകർഷിക്കത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് എന്ത്, കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഓരോ കാന്തത്തിനും ഇതെന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇനി കാന്തങ്ങൾ ശേഖരിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കളിപ്പാട്ടം നിർമ്മിക്കാം, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കഴിഞ്ഞു ചാപ്റ്റർ. ഇത്ര ലാസ്റ്റ് ഇതൊക്കെയാണ് പഠിച്ച. ഒരേ വലിപ്പത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്ന് കാന്തവും മറ്റൊന്ന് ഇരുമ്പ് കഷ്ണമാണെന്ന് എങ്ങനെ തെളിയിക്കും. നമ്മളിതേപോലെ സ്വതന്ത്രമായിട്ട് കെട്ടി തൂക്കും. ഏതാണോ നോർത്ത് സൗത്ത് നിൽക്കുന്നത് അത് കാന്തമായിരിക്കും, നിൽക്കാത്തത് എന്തായിരിക്കും, നിൽക്കുന്നത് എന്തായാലും കാന്തമായിരിക്കും. അതിന് രണ്ട് ബാർകാന്തങ്ങൾ ആകർഷിക്കുന്നു, ഒരു ധ്രുവം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ധ്രുവങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ എസ് ഇവിടെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ വിജാതീയ ധ്രുവമായിട്ടുള്ള നോർത്തായിട്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പുറത്ത് എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇപ്പുറത്താരായിരിക്കും, നോർത്തായിരിക്കും. താഴെ കാണുന്ന കാന്തത്തിൽ സ്പീക്കർ ഉപയോഗിക്കുന്ന ഏത് കാന്തം വരുന്നത്, ഈ കിടക്കുന്ന കാന്തം വരുന്നത്, റിംഗ് കാന്തം വരുന്ന സ്പീക്കറിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പാഠം കഴിഞ്ഞു. ആകെ എത്ര 2-3 ടൈപ്പ് കാന്തം പഠിച്ചു. ഏതൊക്കെ കാന്തം പഠിച്ചത്, ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിങ് കാന്തം, പിന്നെ എന്തുണ്ടായിരുന്നു, റിങ് ഉണ്ടായിരുന്നു, ആർക്ക് കാന്തം ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ വേറെ എന്തോ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലേ. അത്രയൊക്കെയല്ലേ ഉള്ളൂ കാന്തം. സിലിണ്ടറിക്കൽ കാന്തം. അപ്പോൾ ഇത്രയും കാന്തങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് എവിടെയൊക്കെ ഉണ്ട്, സ്പീക്കറിലൊക്കെ ഉപയോഗിക്കുന്ന റിംഗ് കാന്തമാണ്. പിന്നെ ഫോണിലൊക്കെ ഡിസ്ക് കാന്തം കാണാം. നോർത്തും സൗത്തും രണ്ട് ധ്രുവങ്ങൾ കാണും. ധ്രുവങ്ങളിലായിരിക്കും ആകർഷണം കൂടുതൽ. അതിനെ കാന്തിക ധ്രുവങ്ങളെന്ന് പറയുന്നു. നോർത്ത് സൗത്തും എന്നാണ് പറയുന്നത്. ഒരു കാന്തം തൂക്കിയിട്ട് കഴിഞ്ഞാൽ തിരശ്ചീനമായിട്ട് സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും അത് നോർത്ത് സൗത്തായിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഒരു കഴിവ്, ആ ഒരു പോയിന്റ് യൂസ് ചെയ്യുന്നതാണ് വടക്ക് നോക്കി യന്ത്രം. അതെപ്പോഴും എന്തായിരിക്കും, തെക്ക് വടക്ക് ദിശയിലേ നിൽക്കത്തുള്ളൂ. പിന്നെ ഒരേപോലത്തെ സജാതീയ ധ്രുവങ്ങളാണെങ്കിൽ അവർ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങളാണെങ്കിൽ അവർ എന്ത് ചെയ്യുകയും ചെയ്യും, ആകർഷിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കൃത്രിമ കാന്തങ്ങളെ പറ്റി പഠിച്ചു. അൽനിക്കോ എന്ന് പറയുന്ന ഒരു കൃത്രിമ കാന്തമാണ്.
അതിൽ ഇരുമ്പ്, നിക്കൽ, അലൂമിനിയം, കോബാൾട്ട് എന്നിവ ചേർന്നുള്ള ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. പിന്നെ സമേറിയം, നിയോഡിയം എന്നീ അപൂർവ ലോഹങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തോ ഉണ്ടാക്കാറുണ്ട്, കൃത്രിമ കാന്തങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഭൂമി ഒരു കാന്തമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഉത്തരധ്രുവം എന്ന് പറയുന്നത് കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമായിരിക്കും. ഭൂമിയുടെ ദക്ഷിണധ്രുവം എന്ന് പറയുന്നത് കാന്തത്തിൻ്റെ ഉത്തരധ്രുവമായിരിക്കും. പിന്നെ ഓരോ കാന്തത്തിനും ആകർഷണത്തിൻ്റെ ഒരു പരിധിയുണ്ട്. അതിനാണ് അതിൻ്റെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.